ഇതെൻ്റെ ഇളയ മോളാണ്. 3 പെണ്ണിൽ ഇളയോളായി ഇവളി. മോളെ ഞാൻ കാണിച്ചു തരാം. ഇവളാണ് ശബരിമലക്ക് പോയവളാണ്. ഇന്നലെ വന്നതാണ്. ഓനെയാണ് മറ്റേ ഇവളെ മൂത്തുണ്ടൊന്ന് അതിന് കാണിച്ചു തരാം. ഇവള് മട്ടന്നൂർ 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. ഇവളെ മൂത്തത് ഇളയത്. അപ്പോൾ അച്ഛന് നിർമ്മാല്യം കൊണ്ട് വന്നതാണ്. അരവന പായസമുണ്ട്. നിർമ്മാല്യം കൊണ്ട് വന്നതാണ്. അപ്പോൾ ഭർത്താവിനെ ഞാൻ കാണിച്ചു തരാം. ഇവളെ ഇപ്പോൾ കാണിച്ചു തരാം. ഇതെൻ്റെ ഇളയ മോളാണ്. പേര് സിഞ്ചി. സിഞ്ചി എന്നാ പേര്. മോളെ ഇളയ മോളിത് അമ്മൂസ് എന്നാ പറയാ. ഇത് ഓളെ ഭർത്താവാണ് രതീഷ്. കുട്ടിക്കുവാ എനിക്കറിയില്ല. അതാ ഒന്ന് അച്ഛനെ കുട്ടിക്കട്ടെ ഒന്ന് പൊട്ടിച്ച് തന്നിട്ട്. ഇതെന്നാ പൊട്ടിക്കുന്നതിന് പണി ഇതാ ഇതിങ്ങനെ പിടിക്കുക. ഇതാ ഇങ്ങോട്ട് മേലോട്ടാക്കുക. കണ്ടാ പൊട്ടിയല്ലേ? ഇതാ എന്നിട്ട് ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കുളത്തിയിട്ട് ഇതിങ്ങനെ നല്ല ഇങ്ങോട്ട് മേലോട്ടേക്ക് വിരിക്കുക. അത് ചിലത് അങ്ങനെ ആകുന്നുണ്ട്. അതെന്നാ സംഭവം എന്ന് അറിയില്ല. ഇതിങ്ങനെയാ ചെയ്യണ്ടേ കേട്ടാ. ഈ വലിയ പണിയൊന്നുമില്ല. ഇത് നല്ല കട്ടിയുള്ള അരമഞ്ഞാണല്ലോ. വാങ്ങിന് ഏറ്റുമാൻ വരുന്നോ? അല്ല ശബരിമല അയ്യപ്പൻ്റെ ഫോട്ടോ. അതാ ഇത് ശബരിമലക്ക് തന്നെ. ഇതിപ്പോ പണ്ടത്തെ പോലത്തെ അരമണിയല്ല. ഇതിപ്പോ ലേഖ്യം പോലെ ഉണ്ടല്ലേ? ലേഖ്യം പോലെ ഉണ്ട്. കുറച്ചിട്ട് ലേഖ്യം പോലെ ഉണ്ട്. ഇതെന്റെ അനിയന് ഞാൻ ശബരിമലക്ക് പോകുമ്പോ മേടിച്ചതാണ്. പോണോ? ചോറ് വെച്ച് പോവാൻ നോക്ക്. ഇന്നെ പോണെങ്കിൽ കേട്ടാ. ഓ അത് ഞാൻ പറയാൻ വിട്ടുപോയില്ലേ. അമ്മമ്മ ഇല്ലായിട്ടുള്ള ഇടങ്ങാറ് ഒരു സുഖക്കുറവില്ലേ. അമ്മമ്മ മോളെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പോയി വിളിക്കണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഇപ്പം പോവല്ലേ ഇത്? ഞാൻ നാളെ ഇപ്പം പോകണമെങ്കിൽ ഞാൻ പിന്നെ ഓക്കെ ബൈ. പിന്നെ പോയിട്ടോ. ഓക്കെ ബൈ. പോട്ടെ.